ഇന്ന് നമ്മുടെ മീൻകുളത്തിലേക്ക് പുതിയ അതിഥികളെ മേടിക്കാൻ പോകട്ടെ. അതിനായിട്ട് നമ്മൾ മാവേലിക്കരയിലെ ബ്ലൂ എന്ന് പറഞ്ഞ അക്വേറിയം ഷോപ്പിലാട്ടോ വന്നിരിക്കും. ഇവിടെ കയറിയപ്പോൾ തന്നെ എന്റെ ശ്രദ്ധ പോയതേ ഈ കാണുന്ന മുതലിലേട്ടാട്ടോ. കണ്ടില്ലേ ഏതാ ഐറ്റം, കണ്ടിട്ട് റെഡ് ഓരോണെ പോലെ ഉണ്ട്. നമ്മുടെ മീൻകുളത്തിനകത്ത് അത്യാവശ്യം മഞ്ഞ മീനും ചുവന്ന മീനും ഉള്ളതുകൊണ്ട് അമ്മ നമ്മളോട് പറഞ്ഞത് ഏതെങ്കിലും വെള്ള നിറമുള്ളതിനെ എടുക്കാനാട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ദൈവന്മാരെടുക്ക ചെന്നു. രണ്ടുപേരെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഈ കടയിൽ അത്യാവശ്യം നല്ല മീനുകളുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇവന്മാരെയൊക്കെ നമുക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് അത് സാധിക്കില്ലെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മളൊരു 4 പേര് മേടിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാട്ടോ. നമ്മൾ കൈ നീക്കുന്ന അനുസരിച്ച് മീൻ നമ്മുടെ പുറകിന് വരുന്ന കണ്ട. അവിടുന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി മീനെ തുറന്നു വിടുന്ന ചടങ്ങാണ് കേട്ടോ. ദൈവന്മാര് 4 പേരാണ് കേട്ടോ. ഞാൻ അവസാനം കാണിക്കാമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല ആക്റ്റീവാണ് ഇവര്. ഈ മീനുകൾക്ക് നമ്മുടെ ടാങ്കിലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചറായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നമ്മൾ 10 മിനിറ്റോളം ഈ പ്രകാരം മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ മെയിൻ ആൾക്കാരെയും വെക്കുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റിന് ശേഷം ഇതാണ് നമ്മുടെ മീനുകളുടെ അവസ്ഥ. ഇനി നമുക്ക് അവരെ തുറന്നു വിടാം. അതിഥികളെ വരവേക്കാൻ വേണ്ട നമ്മുടെ ടാങ്കിലെ പ്രധാനം എത്തിയിട്ടുണ്ട്. അവരെ തുറന്നു വിട്ടപ്പോഴത്തേക്ക് നമ്മുടെ ടാങ്കിലെ മറ്റുള്ളവർ ഇവരെ കാണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. പുതിയ ആൾക്കാരെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ. ഇനി നമ്മുടെ മെയിൻ ആൾക്കാരെ ഇറക്കി വിടാം. വീഡിയോ എടുക്കാതിരുന്നപ്പോൾ തന്നെ അവന്മാര് ചാടിപ്പോയി. അതുകൊണ്ട് അവന്മാരെ വീഡിയോ കിട്ടിയില്ല. എന്തായാലും നമ്മുടെ ടാങ്ക് ഏകദേശം ഇതുപോലെ ഇരിക്കും. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു കണ്ടിട്ട് എല്ലാവരും നല്ല ആക്റ്റീവ് ആണെന്നാ തോന്നണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ.